നമസ്കാരം ഫ്രണ്ട്സ്, എന്നാണ്ട് വിശേഷം? നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നതാണ്. നമ്മുടെ ബീഫ് നല്ല ഓലത്തിറച്ചി വെക്കാനുള്ള പരിപാടി. നാട്ടിൽ നിന്ന് നല്ല അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇറച്ചിക്ക് വേണ്ട കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയൊക്കെ കണ്ടില്ല, നമ്മൾ ബെൽജിയം കട്ടാണ് ചെയ്തേക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ബെൽജിയം കട്ടാണ് ചെയ്തേക്കുന്നത്. ചെറിയ ഉള്ളി ചെറിയ ചോപ്പായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറിയ ചോപ്പായിട്ട് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സവോള, ഇഞ്ചി, പിന്നെ നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പില. വീഡിയോ ഒത്തിരി ലെങ്ത് ആയതുകൊണ്ടാണ് നിങ്ങളെ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാത്തത് കേട്ടോ. ഒത്തിരി പേര് സംശയം ചോദിക്കും എന്തുകൊണ്ട് ഈ കട്ട് ചെയ്യുന്നത് കാണിക്കാത്തതെന്ന്. അപ്പം കൂട്ടുകാരെ, നമുക്ക് ആവശ്യമുള്ള നല്ല തേങ്ങാക്കൊത്തും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബീഫ് തേണ്ടത് ചട്ടിയിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ചട്ടിയിൽ തേണ്ടത് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചേക്കുകയാണ്. ജസ്റ്റ് ഉപ്പും മഞ്ഞളും ചില കറിവേപ്പില, ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നമ്മൾ തിരുമി ജസ്റ്റ് വേവിക്കാൻ. ചില ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. നമ്മൾ ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുള്ളൂ നമ്മുടെ അലുമിനിയം ചട്ടിലോട്ട് മാറ്റിയുള്ള നമ്മളെല്ലാം ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആദ്യം ഇത് വേവിച്ച് നമുക്ക് വേകട്ടെ, നമുക്ക് പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത അടുപ്പിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി വെച്ച് നമ്മൾ ഓലത്തിറച്ചിക്ക് വേണ്ട നമ്മൾ എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സവോള ഇഞ്ചി എല്ലാം വഴറ്റാൻ വേണ്ടി പോവുകയാണ്. നമുക്കപ്പോൾ അതിലോട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ വഴറ്റുകയാണ്. അതുകൂടെ കുറച്ച് പച്ചമുളക്, 3-4 പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ആ പച്ചപ്പൊന്ന് മാറണം. ആ പച്ചമുളകൊക്കെ പച്ചപ്പൊന്ന് മാറണം. അത് നല്ലൊരു ഗോൾഡൻ കളറാവുക. അത് വഴി അങ്ങോട്ട് വഴറ്റണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് സവോളയും ചെറിയുള്ളിയും കൂടി ചേർക്കാം. നമ്മൾ ആ ഇഞ്ചി, സവോളയും പച്ചമുളകും കൂടി തന്നെ ആ സവോളയും ചെറിയുള്ളിയും കൂടി ഇട്ട് അതും ഒന്ന് ഗോൾഡൻ കളറാകുന്ന വരെ നമുക്കൊന്ന് ആക്കിയെടുക്കാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഇത് വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പ് കഴിവത് കൂടാതെ വഴറ്റുക. അപ്പം പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പ് ചേർക്കുക. അതായിരിക്കും എത്രയും നല്ലത്. പിന്നെ ഒരിക്കലും കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം കൂട്ടുകാരെ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മയൊക്കെ ഇങ്ങനെ വീട്ടിൽ ചട്ടിക്കകത്ത് ഇങ്ങനെ ഇറച്ചി പറ്റിക്കാൻ വേണ്ടി വെക്കും. ആ ഇറച്ചി വെന്ത് കഴിയുമ്പോൾ അത് കൂട്ടി ആ ചാറും ആ ഇറച്ചി വെന്ത് കൂടെ കൂട്ടി നമ്മൾ ചോറുണ്ട്. എന്നാ ടേസ്റ്റാണ് കൂട്ടുകാരെ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ പറ്റിച്ച് വെച്ച ഇറച്ചി മാത്രം എടുത്ത് ഒന്നും ഫ്രൈ ഒന്നും ചെയ്യാതെ ചോറുണ്ട് പോകണം. എന്നാ ടേസ്റ്റ് ആയിരിക്കും അറിയോ. നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ലതായിട്ട് വഴണ്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കൂട്ടുകാർ. നമുക്ക് പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളപ്പം പൊടികളൊക്കെ ചേർത്ത് ശകലം കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ നമ്മൾ ശകലം കുരുമുളക് പൊടി, ശകലം ഉലുവ, ഒരു ചെറിയൊരു പേരിന് വേണ്ടി മാത്രം, ശകലം മല്ലിപ്പൊടിയും ചേർത്ത് നമ്മൾ ആ